UDFിൻ്റെ തകർപ്പൻ വിജയത്തിനു പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മുഖ്യമന്ത്രിയാവേണ്ടത് ആര്? VD സതീശനോ അതോ രമേശ് ചെന്നിത്തലയോ? കേരള കോൺഗ്രസിൽ രണ്ട് ശക്തരായ നേതാക്കളാണ് ഇന്നുള്ളത്. VD സതീശൻ ശക്തമായ പ്രതിപക്ഷ ശബ്ദം, ചെന്നിത്തലയോ ദീർഘകാല സംഘടനാ പാരമ്പര്യവും ഭരണപരിചയമുള്ള നേതാവ്. ഇവിടെ തിരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, ഭരണത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചാണ്. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ യാത്ര ഒരു ഗ്രാസ് റൂട്ട് ഗ്രോത്ത് സ്റ്റോറിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്ന നേതാവ്, NSUI വഴിയുള്ള തുടക്കം, 28-ാം വയസ്സിൽ MLA, യുവജന നേതാവായി തന്നെ ശ്രദ്ധ നേടി, 5 തവണ MLA, നിരവധി തവണ MP, ജനപിന്തുണയുടെ സ്ഥിരത കാണിക്കുന്ന കണക്കുകൾ. 2005 മുതൽ 2014 വരെ KPCC പ്രസിഡന്റ്, ഏകദേശം 9 വർഷം സംഘടനയെ നയിച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ദേശീയ തലത്തിൽ പ്രവർത്തിച്ച പരിചയം, ഇവയെല്ലാം ചേർന്നാൽ ഒരു സീസൺഡ് രാഷ്ട്രീയ മാനേജറുടെ പ്രൊഫൈലാണ് ചെന്നിത്തലയ്ക്ക്. ഭരണപരിചയവും കണക്കുകളും നോക്കിയാലോ, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി 2014 മുതൽ 2016 വരെ, നിയമ സമാധാന രംഗത്ത് എടുത്ത നിർണായക തീരുമാനങ്ങൾ, പോലീസിലെ മോഡേണൈസേഷൻ ശ്രമങ്ങൾ, UDF സർക്കാരിൽ പ്രധാന ഒരു മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തത്, ഭരണ സംവിധാനത്തെ നേരിട്ട് കൈകാര്യം ചെയ്ത അനുഭവം, ഓപ്പോസിഷൻ ലീഡറായ കാലത്ത് സർക്കാരിനെതിരെ ശക്തമായ അക്കൗണ്ടബിലിറ്റി രാഷ്ട്രീയം. ഇത് വെറും പ്രസംഗമല്ല, ഭരണത്തിൻ്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. ചെന്നിത്തലയ്ക്ക് ദേശീയ കോൺഗ്രസ് നേതൃത്വവുമായി ശക്തമായ ബന്ധമുണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി അടുത്ത പ്രവർത്തന പരിചയം. ഇത് കേന്ദ്ര സംസ്ഥാന സഹകരണത്തിനും ഡൽഹി ലെവൽ ഡിസിഷൻ മേക്കിങ്ങിനും വലിയൊരു അഡ്വാൻറ്റേജായി കാണാം. മറുവശത്ത് VD സതീശനോ എതിർക്കാനാകാത്ത ഒരു ശക്തനായ നേതാവ്, നിലപാടുകളിലെ കാർക്കശ്യം, അഴിമതിക്കെതിരായ ശക്തമായ നിലപാടുകൾ, യുവജനതയുടെ സപ്പോർട്ട്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടത് കരീസ്മ മാത്രമല്ല, എക്സ്പീരിയൻസ്, കോർഡിനേഷൻ, ഭരണപരമായ മെച്യൂരിറ്റി. അതിനാൽ ചോദ്യം ഇതാണ്: കേരളത്തിന് ഇപ്പോൾ വേണ്ടത് ഒരു അഗ്രസീവ് വോയിസ് ആണോ അതോ ഒരു എക്സ്പീരിയൻസ്ഡ് അഡ്മിനിസ്ട്രേറ്റർ ആണോ? ഇത്തവണ VD സതീശന് ഭരണ സംവിധാനത്തിൽ ഒരു നല്ല മന്ത്രിസ്ഥാനം നൽകുകയും അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്? നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.